സംഘടനകൾ ചെയ്യുന്ന എല്ലാ വർക്കിലും ഇഖ്ലാസ് എന്നൊരു സംഗതി ഉണ്ടാവില്ല. എന്താ ഇഖ്ലാസ്? തജ്രീദുൽ ഖൽബി ലില്ലാഹ്. ആ കർമ്മം ചെയ്യുമ്പോൾ അള്ളാഹു മാത്രം ലക്ഷ്യമാകുക. അത് സംഘടനകൾ ഇല്ല, ഒരിക്കലും ഇല്ല, ഇല്ല ഇല്ല, അൽഫമറ ഇല്ല. ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി ഖാസിമി മിത്തേടം കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രസംഗിച്ചാണിത്. സംഘടനാ പ്രവർത്തകന്മാർ ചെയ്യുന്ന പ്രവർത്തനത്തിനൊന്നും ഇഖ്ലാസ് ഇല്ലയെന്ന്. കാലങ്ങളായി ഇയാൾ സംഘടനാ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ് തീജാനി എന്ന് പറയുന്ന ആ ചാണകത്തിൽ പോയത്. അപ്പോൾ ഏതാണെങ്കിലും അയാൾ അതിനുശേഷം പക പോക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനാണ് ഇയാൾ ഈ പക പോക്കുന്നത് നിങ്ങൾക്കറിയോ? ഇയാൾ 100-ാം വാർഷിക സമ്മേളനം വരുന്ന സമയത്ത് ഇയാൾക്ക് സ്വന്തമായിട്ട് ഒരു സോഫ സെറ്റ് എടുത്തിട്ട് ഇയാളെക്കാളും 2 ഇരട്ടി പ്രായമുള്ള ആൾക്കാർ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇയാൾക്ക് ഇരുന്ന് പ്രസംഗിച്ച് കസർത്താമെന്നൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ട ആളാണ്. അതെല്ലാം കൂടി തകർന്ന് തരിപ്പണമായപ്പോൾ പിന്നെ ഈ നിലക്കുള്ള സംസാരത്തിനേ പറ്റുള്ളൂ. ഇയാൾ പറയുന്ന വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ഇയാൾ പറയുന്നത് പ്രബോധനം നടക്കണം. പ്രബോധനം നിങ്ങൾ ഊറ്റൽ നടക്കുന്നുണ്ടെന്നല്ല, അത് പ്രബോധനമല്ല. ഇപ്പോൾ പ്രബോധനമല്ല നടക്കുന്നത്, ഊറ്റലാണ്. തിരിഞ്ഞിട്ടില്ല. എല്ലാ വയലിൻ്റെയും ഇതിവൃത്തം എന്താ? പിരിവ്. എല്ലാ വയലിൻ്റെയും ഇതിവൃത്തം പിരിവാണ്. അല്ല, അങ്ങനെ തന്നെ. കാരണം എന്തിനാണ് ഈ വയലൊക്കെ നടക്കുന്നതിൻ്റെ പിന്നിൽ? പിരിവാണ് അതിൻ്റെ പ്രമുഖമായ ലക്ഷ്യം. അപ്പൊ പിരിവനുസരിച്ച് വയലുള്ളൂ. അപ്പൊ കാര്യം പറഞ്ഞോളന്നില്ല. കാര്യം പറഞ്ഞാലോ, കാര്യം പറയാതെ നിന്നാലേ ആളുകൾ കൂടുതൽ വരുള്ളൂ. അപ്പൊ അവർ സുഖിച്ച് കേൾക്കും. മറ്റത് സുഖം ഉണ്ടാവില്ല. അപ്പൊ അവർ പോവും. അപ്പൊ പിരിവിട്ടൂല. ഇന്ന് ഈ നടക്കുന്നതിനെ നമ്മൾ പ്രബോധന ഗണത്തിൽ പെടുത്താൻ പാടില്ല. ഇത് പ്രബോധനമല്ല, ഇത് ഊറ്റലാണ്. അല്ലല്ലേ പറഞ്ഞത്? ഈ കാര്യം പറയുന്ന റഹ്മത്തുള്ളാഹി ഖാസിമി പറഞ്ഞ ഈ കാര്യം അത് അയാളിൽ ബാധകം ഉണ്ടോ എന്നും കൂടി നോക്കണം. ഇപ്പോൾ ഇയാൾ പറയുന്നത് ഇപ്പോൾ കാര്യമായിട്ട് വേറൊന്നും നടക്കുന്നില്ല, പ്രഭാഷണങ്ങളൊന്നും ഇല്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ ഊറ്റലാണ്. ഇരുന്ന് ഊറ്റുക, ജനങ്ങളിൽ നിന്ന് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ സമ്പത്ത് കൊള്ളടിക്കുകയാണ്. സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരൊക്കെ വിദേശ രാഷ്ട്രങ്ങളിൽ പോയി കഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് അവർക്ക് ഇൽമ പറഞ്ഞു കൊടുത്ത് അവരിൽ നിന്ന് അവരുടെ സ്ഥാപനം പോറ്റി വളർത്താൻ വേണ്ടി ക്യാഷ് വാങ്ങുന്നതിനൊക്കെയാണ് ഇയാൾ ഈ നിലക്ക് പരിഹസിക്കുന്നത്. എന്നാൽ ഈ ഊറ്റൽ ഇയാളിലുണ്ടോ? ഇയാൾ മുമ്പ് ഊറ്റിയിട്ടുണ്ടോ? ദാറുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇയാളെ സ്ഥാപനത്തിലേക്ക് 25,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് മന്ത്രിച്ച വെള്ളം തരുമെന്ന് ഇയാൾ ഉളുപ്പില്ലാതെ മുമ്പ് പ്രസംഗിച്ചതിൻ്റെ കേസറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലിപ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇയാൾ പറഞ്ഞ് തൊള്ളിന്ന് വള്ളം വറ്റുന്നതിന് മുമ്പ് ഇയാൾ പറഞ്ഞ വേറൊരു ഡയലോഗ് ഉണ്ട്, അത് നിങ്ങൾ കേട്ടു നോക്കിട്ടോ. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ നിസ്സീമമായ സഹകരണം ചെയ്തിട്ടുണ്ട്, വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷവും നിങ്ങളുടെ അകൈതവമായ, നിങ്ങളുടെ നിർലോഭമായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരും ദാറുൽ ഖുർആന്റെ സഹായികളാണ്. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ്, ഖുർആനുമായി ബന്ധപ്പെടുന്നവർ അള്ളാഹുവിൻ്റെ കുടുംബമാണ്. ഇതൊരു ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്തിന്റെ കുടുംബമായി നമുക്ക് മുന്നോട്ട് പോകണം. ഇംദാദ് എന്ന സംരംഭം ഈ വർഷവും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടുകയാണ്. ദാറുൽ ഖുർആനിന്റെ പാവപ്പെട്ട മക്കളെ നിങ്ങൾ തീറ്റിപ്പോറ്റുന്ന കാര്യത്തിൽ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അണമുറിയാത്ത അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ വർഷത്തെ ഇംദാദ് സംരംഭവും നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇയാളുടെ സ്വന്തം സ്ഥാപനം ആകുന്ന ദാറുൽ ഖുർആൻ എന്നോ മറ്റോ പേരുള്ളതിൽ ഇംദാദ് എന്ന് പറഞ്ഞ എന്തോ പരിപാടി, അകൈതവം എന്നും നിസ്സീമം എന്നും പറയുന്ന മലയാള ഭാഷയിൽ പോലും പരിചയമില്ലാത്ത 1-2 വാക്കുകൾ ഉപയോഗിച്ചാൽ ബാക്കി ഇയാൾ ഊറ്റല്ലേ ചെയ്യുന്നത്. ഈ ഊറ്റലിനെതിരെ സംസാരിക്കുന്ന ആൾ പിന്നെ ഇജാതി ഊളത്തരം പ്രസംഗിക്കാൻ പാടുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ 4 ആൾക്കാരെ മുമ്പ് കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു ഇന്നിപ്പോൾ വേറൊന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഊറ്റലാണ് നടക്കുന്നത്. എന്നിട്ട് അയാൾ യാതൊരു എളുപ്പമില്ലാതെ പിന്നെ അഖൈതവമായ ഹിംസീസമായ ഈ പരിപാടി നടത്താൻ പാടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാ ഞാൻ പറഞ്ഞത് വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് ഖാസിമി എന്നത്. തോന്നിയതൊക്കെ വിളിച്ച് പറയാറ്. ഇയാൾക്കിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കൂടെക്കുന്ന ആൾക്കാരെ കുരുത്തക്കേടായിരിക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് പ്രായം കീഴിയപ്പോഴുള്ള ചന്നിയായിരിക്കും. ചന്നിയും പിരാന്ത് കൂടി ഒന്നിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആരാകുമെന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഖാസിമി ആകുമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അതിൽ വല്ല തെറ്റുണ്ടോ? നമ്മൾ ഇത് മുമ്പേ കേൾക്കുന്നുണ്ട്. പക്ഷേ റമദാൻ മാസം ഇതിനൊന്നും നേരമില്ലാത്തത് കൊണ്ടാണ്.
ഇതൊന്നും പറയാൻ ഇത് ക്ലിപ്പ് പിന്നെ ഇങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞു എന്നുള്ളത് നമുക്ക് രേഖ വെച്ചു കൊടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് പ്രതികരിക്കാൻ ഞാൻ. അതേ സമയത്ത് റമദാനിൽ പോലും ഇയാളിൽ നിന്ന് ഈ ജാതി പദപ്രയോഗങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഇതിനൊക്കെ കാരണം എന്താണ്? സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയി അയാൾ തീജാനി എന്ന് പറയുന്ന ഒരു കള്ളത്തൊരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്തു എന്ന ഒറ്റ കാരണമാണ്. അതുകൊണ്ടാണ് തീജാനി തൊട്ട് കാസിമിയെ നായ തൊട്ട കലം പോലെ ചേളാരി സമസ്തക്കാർ മാറ്റിവെച്ചത്. അതിനുള്ള വിരോധമാണ് ഇയാളിപ്പം തീർത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അയാൾ ആലിമീങ്ങളെ മൊത്തം പുച്ഛിച്ച് ഫത്തുൽ മുഈൻ അറിഞ്ഞ കിതാബിനെ അടക്കം അവഹേളിക്കുന്നതെന്ന് കേട്ടോക്കി. അത് നിന്റെ ഫത്തുൽ മുഈനിന് നേരെ എതിരും ആര് ചെയ്യാം? അവരെ ശരീഅത്ത് ചിലപ്പോൾ വേറെ ഇരിക്കും. അതാ ശരീഅത്ത്. ഞങ്ങൾ സൂര്യനെ മാറ്റി ഔലിയാക്കന്മാർക്ക് വേണ്ടി മാറ്റി നടത്തിയ പഠിച്ചവൻ്റെ വേറെ ശരീഅത്തിന് കൊടുത്തൂടെ? നിന്റെ വയ്യും അവരെ വയ്യും രണ്ടായിരിക്കടോ. ഇപ്പോൾ ഇയാൾ പറഞ്ഞ കേട്ടിൽ ഞങ്ങൾ വളരെ വ്യക്തമായി പറയുകയാണ്, ഫിഖിഹിൻ്റെ കിതാബിൽ പറഞ്ഞതുപോലെ നിസ്കാരം, നോമ്പ്, ഹജ്ജ് ഇങ്ങനെയൊക്കെ ആയിക്കൊള്ളണമെന്നില്ല ഈ ത്വരീഖത്തിൻ്റെ ആളുകൾക്ക്. അത് അങ്ങനെ തന്നെയാണ്. അതിനൊക്കെ അയാൾ വേറെ തെളിവ് പറയുന്നുണ്ട് കേട്ടോ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഖിദർ നബി അലൈഹി സ്വലാമിൻ്റെയും ഒക്കെ, ഖിദർ നബി അലൈഹി സ്വലാമിന് പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ശരീഅത്തല്ലായിരുന്നല്ലോ, പിന്നെ ഇങ്ങനെ കുട്ടിനെ കൊല്ലാന്നൊക്കെ ഇയാൾ ന്യായീകരിക്കുന്നുണ്ട്. ഈ കള്ളത്തൊരീക്കത്തുകാരെ ന്യായീകരിച്ച കൂട്ടത്തിൽ ഇയാൾ എന്നിട്ട് വേറെ ഇയാൾ ഈ പറഞ്ഞതിന് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇയാൾ പറഞ്ഞതിന് ഇയാളിനെ മുമ്പ് നൗഷാദിനെ പോലെ മറുപടി പറഞ്ഞിട്ടുണ്ട്. കള്ളത്തൊരീക്കത്തേർക്കൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവരിപ്പോൾ പറഞ്ഞതിന് മുമ്പ് മറുപടി പറഞ്ഞിട്ടുണ്ടാവും. ഇയാൾ പറഞ്ഞ മറുപടി നീ കേട്ടു നോക്കി. ഈ ആഴ്ച ഒരാൾ എന്നോട് ദാറുൽ ഖുർആൻ വന്നിട്ട് ചോദിച്ചു, നിസ്കരിക്കാത്ത ത്വരീഖത്തുണ്ടോ? നല്ല കൂട്ടരാണ്, ഉഷാറാണ്, പക്ഷെ നിസ്കരിക്കൂല. ഉറപ്പിച്ചാളാ ജയിക്കൂടണ്ട. കാരണം അവസാനത്തെ വക്കത്തും നിസ്കരിച്ച് വഫാത്തായ മനുഷ്യൻ്റെ അനുയായിയാണ് ജി. അപ്പം ജി ഉറപ്പിച്ചോ? പേച്ചിട്ടുണ്ട്. ഒരു വ്യക്തി അല്പം നിസ്കരിച്ചിട്ടുണ്ടാവാതിരിക്കും, ആ വ്യക്തിക്ക് അതിൻ്റെ കാരണം ഉണ്ടാവും. ഒരു പ്രസ്ഥാനത്തിന് നിസ്കരിക്കാതിരിക്കാൻ കാരണമില്ല. മനസ്സിലായില്ലേ? ഒരു വ്യക്തി ആ വ്യക്തി അതിന് കാരണം ഉണ്ടാവും. അക്കൽ പോയതായിരിക്കും, പലത്തെ കാരണമായിരിക്കാം. ഒരു വ്യക്തി ഒരു വ്യക്തി നിസ്കരിക്കാതിരിക്കുന്ന ആ വ്യക്തിക്ക് എന്തോ കാരണം ഉണ്ടാവും, പക്ഷെ പ്രസ്ഥാനത്തിന് കാരണമല്ല. നിസ്കരിക്കാത്ത ത്വരീഖത്തുകാരാണ്. അതൊക്കെ പിഴച്ച ത്വരീഖത്തുകൾ മാത്രമാണ്. അവരെ കൂട്ടത്തിൽ കൂടിപ്പോകരുത്. അള്ളാഹുവിൻ്റെ ഹബീബ് സമൂഹത്തിൽ പരക്കെ വിതരണം ചെയ്തത് ശരീഅത്താണ്, ത്വരീഖത്തല്ല. ശരീഅത്തിനേക്കാളും ത്വരീഖത്തിനെ മുന്തിക്കാൻ പാടില്ല. അടിസ്ഥാനം എന്നത് ശരീഅത്താണ് ദീന്. സമസ്തയുടെ 100-ാം വാർഷികത്തിൽ സീറ്റ് കിട്ടാത്തതിൻ്റെ മുമ്പും ഇയാൾ തീജാനിയിലൊക്കെ വരുന്നതിന് മുമ്പ് ഇയാൾ സംസാരിച്ചത് ശരീഅത്തിനെ പ്രാമുഖ്യം കൊടുക്കണമെന്നാണ്. നിസ്കാരം, നോമ്പ്, ഹജ്ജും ഫത്തുൽ മുഈനിൽ എങ്ങനെയുള്ളത്, യാനത്ത് തോലിബ് എങ്ങനെയുള്ളത്, മോനിയിലും തൊഹഫയിലൊക്കെ ഉള്ളത് എങ്ങനെയാണ്, അതുപോലെയൊക്കെയാണ് നമ്മൾ കർമ്മശാസ്ത്രപരമായി ജീവിക്കേണ്ടത്. അതാണ് ശരീഅത്ത്. ആ നിയമങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതായ ദീനുകൾ വിലങ്ങുവെച്ച, അതായത് നഹികളെയും അമ്രുകളെയും ഇത്തിബാവ് ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നൊക്കെയാണ് ഇയാൾ പ്രസംഗിച്ചത്. ഇപ്പം നേരെ തിരിച്ചാ പറയണത്. അതാണ് വ്യാജ ത്വരീഖത്തിലേക്ക് ആര് ചെന്നാലും ഉണ്ടാകുന്ന അവസ്ഥ. ഇപ്പം ഇയാൾ അതിലേക്ക് ഇറങ്ങി നോക്കി. അപ്പോൾ ഇയാളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പ് പറഞ്ഞതും ഈ പറഞ്ഞതും തമ്മിൽ എത്ര മാറ്റങ്ങളാണെന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്കി. വെറുതെ വെക്കുമ്പോൾ ആലോചിച്ചാൽ മതി.